പ്രിയമുള്ളവരെ, വചനജ്വാല 977 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 4 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമ്മൾ 3 രക്തസാക്ഷികളെയാണ് അനുസ്മരിക്കുക. നമ്മൾ ഇന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം 4-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ വിശുദ്ധർ രക്തസാക്ഷികളായ ജോൺ ഹോഫ്റ്റൺ, വിശുദ്ധ റോബർട്ട് ലോറൻസ്, വിശുദ്ധ അഗസ്റ്റിൻ വെബ്സ്റ്റർ എന്നിവരെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുക. അനുഗ്രഹീതരായ ഈ രക്തസാക്ഷികൾ ഇംഗ്ലീഷ് കത്തോലിക്കർക്ക് എത്രയും പ്രിയപ്പെട്ട വിശുദ്ധരാണ്. ജോൺ കാംബ്രിഡ്ജിൽ പഠിച്ച് കാനൻ നിയമത്തിലും സിവിൽ നിയമത്തിലും ഡോക്ടറേറ്റ് നേടി. മാതാപിതാക്കൾ വിവാഹത്തിന് നിർബന്ധിച്ചുവെങ്കിലും അദ്ദേഹം വൈദിക പഠനം നടത്തി പുരോഹിതനായി. തുടർന്ന് കാർത്തൂസിയൻ സഭയിൽ ചേർന്നു. 44-ാം വയസ്സിൽ നോട്ടിംഗ്ഹാംഷയറിൽ സുപ്പീരിയറായി. ജോൺ സുപ്പീരിയറായി 2 വർഷം കഴിഞ്ഞപ്പോൾ ഹെൻറി 8-ാമൻ കാതറിൻ ഓഫ് അരഗണ ഉപേക്ഷിച്ചത് പുതിയ ഭാര്യ ആൻബാലിന്റെ കുട്ടികളെ കിരീടാവകാശികളായി സ്വീകരിച്ചു കൊള്ളാമെന്ന് 16 വയസ്സിന് മേലുള്ളവരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പാർലമെന്റ് നിയമമുണ്ടായി. പ്രിയോർ ജോൺ ഹോഫ്റ്റൺ, സന്യാസിയായ ഡോക്ടർ അഗസ്റ്റിൻ വെബ്സ്റ്റർ, ബോവയിലെ പ്രിയോർ ഡോം റോബർട്ട് ലോറൻസ് എന്നിവർ ദൈവ നിയമത്തിന് വിരുദ്ധമല്ലെങ്കിൽ എന്ന വ്യവസ്ഥ ചേർത്താണ് സത്യം ചെയ്തത്. ക്രോംവെൽ അത് സ്വീകരിച്ചില്ല. അവരെയെല്ലാം രാജ്യദ്രോഹികളായി വിധിയെഴുതി. 1535 മെയ് 4 ഇവരുടെ എല്ലാം ശിരസ് ഛേദിച്ചു. വിശുദ്ധ ജോൺ ഹോഫ്റ്റൺ, വിശുദ്ധ റോബർട്ട് ലോറൻസ്, വിശുദ്ധ അഗസ്റ്റിൻ വെബ്സ്റ്റർ ഈ 3 ധീര രക്തസാക്ഷികളുടെ മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് നെഹമിയായുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. പുരോഹിതന്മാരും ലേവ്യരും. ഷയാത്തിയേലിന്റെ പുത്രൻ സെറുബാബേലിനോടും യെശൂവായോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവ്യരും സറായ, ജെറമിയ, എസ്ര, അമരിയ, മല്ലുക്, ഹത്തൂഷ്, ഷെക്കാനിയ, റഹൂം, മെറമോത്ത്, ഇദ്ഗോ, ഗിന്നത്തോയ്, അബിയ, മിയാമിൻ, മാദിയ, ബിൽഗ, ഷമായ, യോയാറിബ്, യദായ, സല്ലു, ആമോക്, ഹിൽക്കിയ, യദായ. യെശൂവായുടെ കാലത്തെ പുരോഹിതന്മാരുടെയും അവരുടെ സഹോദരന്മാരുടെയും നേതാക്കന്മാർ ഇവരായിരുന്നു. ലേവ്യർ യെശൂവ, ബിന്നൂയ്, കദ്മിയേൽ, ഷെറബിയ, യൂദ എന്നിവരും സ്തോത്രഗീതത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്ന മത്താനിയായും ചർച്ചക്കാരും അവരുടെ സഹോദരന്മാരായ ബക്ബുക്കിയായും ഉന്നോയും അവർക്ക് അഭിമുഖമായി നിന്നു ഗാനശുശ്രൂഷയിൽ പങ്കുകൊണ്ടു. യെശുവ യോയാക്കിമിന്റെയും യോയാക്കിൻ എലിയാഷിബിന്റെയും എലിയാഷിബ് യോദായുടെയും യോയാദ ജോനാഥന്റെയും ജോനാഥൻ യദുവായുടെയും പിതാവായിരുന്നു. യോയാക്കീമിന്റെ കാലത്തെ കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ സറായ കുടുംബത്തിൽ മൊറായ,
ജെറമിയ കുടുംബത്തിൽ നിന്ന് ഹനനിയ, എസ്ര കുടുംബത്തിൽ മെഷുല്ലാം, അമരിയ കുടുംബത്തിൽ യഹനോനാൻ, മല്ലുക്കി കുടുംബത്തിൽ ജോനാഥൻ, ഷബാനിയ കുടുംബത്തിൽ ജോസഫ്, ഹാരിം കുടുംബത്തിൽ അദ്ന, മൊറോയത്ത് കുടുംബത്തിൽ ഹെൽക്കായ്, ഇദ്കോ കുടുംബത്തിൽ സക്കറിയ, ഗിന്നോദൻ കുടുംബത്തിൽ മെഷുല്ലോം, അബിയ കുടുംബത്തിൽ സിക്രി, മിനിയാമിൻ കുടുംബത്തിൽ പിൽത്തായ്, ബിൽഗ കുടുംബത്തിൽ ഷമ്മുവ, ഷമായ കുടുംബത്തിൽ ജോനാഥൻ, യോയായി കുടുംബത്തിൽ മത്തൊനായ്, യാദയ കുടുംബത്തിൽ ഉസി, സല്ലായ് കുടുംബത്തിൽ കല്ലായ്, അമോക്ക് കുടുംബത്തിൽ ഏബർ, ഹൽക്കിയ കുടുംബത്തിൽ ഷാബിയ, യാദയ കുടുംബത്തിൽ യത്തനേൽ. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്.